വോട്ടേഴ്സിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാൻ എത്തിയപ്പോൾ 24 ടീം കൊല്ലം മണ്ഡലത്തിലെ സാമ്പ്രാണിക്കൊടിയിലും എത്തി. വോട്ട് വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും പങ്കുവച്ച് സഞ്ചാരികളും ഒപ്പം കൂടി. കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്തുള്ള സാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞ സ്ഥലം ദ്വീപാണ്. അത് കായൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം. ഈ സോഷ്യൽ മീഡിയ വഴി ഈയിടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടെന്ന് കൂടുതൽ പേര് അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ കൊല്ലം ജില്ലയുടെ അതിമനോഹരമായ ഒരു പ്രദേശത്താണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല ചൂടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിനും യാതൊരു കുറവുമില്ല. മുകേഷിനാണോ NK പ്രേമേന്ദ്രനാണോ ഒപ്പം കൃഷ്ണകുമാറിനാണോ ഇത്തവണ സാധ്യത എന്ന് അറിയണം അല്ലേ? അതെ, തീർച്ചയായിട്ടും നമുക്കിപ്പം ഈ അവരുടെ വോട്ട് വിശേഷങ്ങൾ അറിയാം. അതിനൊപ്പം തന്നെ എനിക്ക് അക്കരെ പോയെന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട് കേട്ടോ. ശരിക്കും ചൂടായ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അല്ലേ? തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട്. ചേട്ടന്റെ മണ്ഡലം എവിടെയാണ്? എന്റെ നിയമസഭാ മണ്ഡലം എന്റെ കുണ്ട്രയാണ്. ലോക്സഭാ മണ്ഡലം കൊല്ലം തന്നെ. എങ്ങനെയാ കൊല്ലത്തുള്ളൊരു സാധ്യത എങ്ങനെയാണ്? കൊല്ലത്ത് നല്ല മത്സരമല്ലേ? നല്ലത്, എല്ലാ സ്ഥാനാർത്ഥികളും നല്ലതാണ്. നല്ല മത്സരമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ചേട്ടൻ ഒരു പ്രവാസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഇപ്പം അവിടുത്തെയൊക്കെ ടൂറിസം മേഖലയൊക്കെ ചേട്ടൻ കാണുന്ന ആളാണല്ലോ. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടേക്ക് എന്തൊക്കെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് അഭിപ്രായം? കൂടുതൽ ഡിജിറ്റലൈസേഷൻ ഒരു മെയിൻ കേസാണ്. നമുക്ക് ക്യാഷ്ലെസ് ആണ് എല്ലായിടും. ഇപ്പം ഇവിടെ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഉണ്ടെന്നുള്ള ഈ ഏരിയ കുറച്ചൊക്കെ രാവിലെ വന്ന പാർക്കിംഗ് അത് ക്യാഷ്ലെസ് ആണ്. അല്ല, ക്യാഷ്ലെസ് അല്ല, ക്യാഷ് ആണ്. കുറച്ചുകൂടെ അത് വരണം. പിന്നെ വേറെ എന്താണ്, എല്ലാം ഇപ്പൊ നമ്മള് വേറെ ദുബായി ആയിട്ടൊന്നും മാച്ച് ചെയ്യാൻ ഇവിടെ ഇപ്പം നിലവിലൊക്കത്തില്ല. രണ്ട് ചേട്ടന്മാര് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാൻ തോന്നുന്നു അല്ലേ? എവിടുന്നാ? ഞാൻ ഇപ്പോൾ കൊല്ലത്തുനിന്നാണ് വരുന്നത്. സ്റ്റേറ്റ്സിലാണ് താമസം. അപ്പൊ അവിടേക്ക് നിന്നിട്ട് ഇവിടുത്തെ ഇലക്ഷന്റെ പരിപാടികളൊക്കെ നോക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ 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 ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. അവിടെ ഉള്ള മലയാളികൾ കേരളത്തിലെ ഇലക്ഷൻ ഇവിടുത്തെ ഇതിലും വളരെ ഗൗരവമായിട്ട് കാണുന്ന. അതെ, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പ്രവാസികളാണ് ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ചർച്ചകളും ഡിബേറ്റുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്.